ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൂട്ടുകാരി പറഞ്ഞതൊന്നും വിശ്വസിക്കാതെ ഷാരി വീട്ടിലേക്ക് വരുന്നു. പക്ഷെ കൂട്ടുകാരി അവസാനം നീ ഇത് എവിടെ കൊണ്ടുപോയാലും ഈ ഒരു റിസൾട്ടേ നിനക്ക് കിട്ടുള്ളൂ എന്ന് പറഞ്ഞെടുത്ത് നമ്മുടെ ഷാരിക്ക് സംശയം തോന്നി. അങ്ങനെ ഷാരി തകർന്ന് വീട്ടിലേക്ക് വരുക. ഈ സമയത്താണ് ബഗാസുരൻ അവിടെ ഇരിക്കുന്നത്. അയാളെ കണ്ട് ഷാരി കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നു. അപ്പോൾ ഇങ്ങനെ ഒന്ന് നോക്കി നിൽക്കുമ്പോൾ നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ എന്ന് ബഗാസുരൻ ചോദിക്കാം. എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ മുമ്പും നിങ്ങൾ ഇങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന്, എന്നിട്ട് അങ്ങനെയായിരുന്നോ എന്ന് ചോദിച്ചു. എനിക്ക് മുമ്പും കുഴപ്പമൊന്നുമില്ലായിരുന്നു, ഷോക്ക് തന്നതിന് ശേഷം തലയ്ക്ക് ചെറിയ പെരുപ്പുണ്ട്, അത്ര ഉള്ളൂ എന്നും പറഞ്ഞിരിക്കുമ്പോൾ എൻ്റെ പെരുവിരലിൽ നിന്ന് പെരുപ്പ് കയറിക്കൊണ്ടിരിക്കുക തലമണ്ടയിലേക്ക് എന്ന് ഷാരി ബഗാസുരനോട് പറഞ്ഞപ്പോൾ അത് പുതിയ സംഭവമൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ പുതിയ സംഭവങ്ങൾ പലതും നടക്കുന്നുണ്ടെന്ന് ഷാരി. അത് കേട്ടപ്പോൾ ബഗാസുരൻ ചാടി എഴുന്നേറ്റു. നിനക്ക് എന്താ പറ്റി, നീ എന്ത് ഈ പറയുന്നതെന്ന് ചോദിച്ചു. നിങ്ങൾ ഇത്രയും വലിയ ദുഷ്ടനായിരുന്നല്ലേ, ഞാൻ എന്ത് ചെയ്തെന്നാ നീ ഈ പറയുന്നത്? എനിക്കങ്ങ് ഒരു കുഴപ്പമില്ല. ഈ വീട്ടിലെല്ലാവരുടെയും സമനില തെറ്റിക്കുന്നത് ഒറ്റ ഒരുത്തനാണെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ മരുമോനെ പറ്റിയാണ് പറയാൻ വരുന്നതെങ്കിൽ നിർത്തിക്കോളാൻ പറഞ്ഞു ഷാരി. അല്ലെങ്കിൽ നിങ്ങൾ നീളമാണോന്ന് ഞാൻ നോക്കത്തില്ല, കഴുത്തിന് പിടിച്ചാൽ ഞെക്കും എന്നും പറഞ്ഞുകൊണ്ട് ഭാര്യ പറയണം. എന്നിട്ട് ഇങ്ങനെ തകർന്ന് നിൽക്കുക. ഒരു സമയത്ത് ഞാൻ കരുതി എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെന്ന് പറയുന്നത് എൻ്റെയും എൻ്റെ കുഞ്ഞിൻ്റെയും മഹാഭാഗ്യമാണെന്ന്. ഇന്ന് എനിക്ക് മനസ്സിലായി നിങ്ങളെ കൊണ്ട് ഒരു കാശിനും കൊള്ളില്ലാത്തവനാണെന്ന്. അതൊക്കെ കേട്ട് രാഹുലിന് ഭയങ്കര ദേഷ്യം വരിക. ഈ ലോകത്ത് ഏറ്റവും കഴിവുകെട്ട ജന്മമാണ് എൻ്റെ ഭർത്താവിൻ്റെ ജന്മം എന്ന് പറഞ്ഞു. അപ്പം അത്രയ്ക്ക് സഹിക്കാൻ വയ്യെങ്കിൽ നമുക്ക് ഈ ബന്ധം അങ്ങ് പിരിയാടിയെന്ന് പറഞ്ഞു. അയ്യോ, പിരിയാൻ ഞാൻ എപ്പോഴേ റെഡിയാണെന്ന് നമ്മുടെ ഷാരി അന്നേരം പറയാം. അല്ലെങ്കിൽ തന്നെ ഞാൻ എൻ്റെ മോളുടെയും മരുമോൻ്റെയും കൂടെ ഫ്ലൈറ്റ് കയറി പോവുകയാണെന്നൊക്കെ പറഞ്ഞപ്പം എന്നും പറഞ്ഞ് ചിരിക്കുന്നു കേട്ടോ. പിന്നെ പിരിയേണ്ട കാര്യമൊന്നുമില്ല, ആജീവനാന്ത കാലം പിരിഞ്ഞതുപോലെ തന്നെയാണെന്നും പറഞ്ഞു. പിന്നെ നിങ്ങൾ ഞാൻ വിളിക്കാൻ പോലും പോകുന്നില്ലെന്നൊക്കെ പറഞ്ഞപ്പം അവൻ അമേരിക്ക എന്ന് പറയത്തേ ഉള്ളൂ, അല്ലാതെ ഒരിക്കലും നിങ്ങളെ അമേരിക്കയ്ക്ക് കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞു. അവൻ്റെ പിന്നാലെ അതും പറഞ്ഞ് ശല്യം ചെയ്താലേ അവനെ അമേരിക്കയുടെ ഭൂപടം എടുത്ത് കാണിച്ചു തരും, മാത്രമേ ഉള്ളെന്നും പറഞ്ഞു. എല്ലാവരും നിങ്ങളെപ്പോലെയാണെന്ന് നിങ്ങൾ കരുതരുതെന്ന് ഷാരി. എൻ്റെ കുടുംബത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടവനാണ് ഞാൻ. എപ്പോഴെങ്കിലും ഞാൻ അത്യാഗ്രഹം കാണിച്ചിട്ടുണ്ടെങ്കിൽ, ആർത്തി കാണിച്ചിട്ടുണ്ടെങ്കിൽ അതെൻ്റെ മോൾക്ക് വേണ്ടി മാത്രമാണെന്ന് പറഞ്ഞു. എന്നെയാ ഭൂലോക കള്ളനായ ഒരുത്തന് വേണ്ടി തള്ളി പറയുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങളിപ്പോൾ ഭൂലോക കള്ളനെന്ന് പറഞ്ഞ പൊന്നു മരുമോനേ ഉള്ളൂ ഇനി ഞങ്ങളുടെ രക്ഷയ്ക്ക് എന്നും പറഞ്ഞ് ഷാരി. ഇപ്പോൾ എൻ്റെയും എൻ്റെ മോളുടെയും ഏറ്റവും വലിയ ബാധ്യതയാണ് അവളുടെ അച്ഛനായ നിങ്ങൾ എന്നും പറഞ്ഞ് അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളാനും പറഞ്ഞു. അങ്ങനെ ഷാരി പറയാനുള്ളതൊക്കെ പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി. ഷാരി അത് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞപ്പോൾ തൊട്ട് രാഹുലിനാകെ ടെൻഷൻ. എന്താ ഇവളെ ഇങ്ങനെ പറഞ്ഞത്, എന്തെങ്കിലും കാര്യം ഉണ്ടാകുമെന്ന്. അങ്ങനെ ഷാരി അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ മകൾ അവിടെ തുണിയൊക്കെ മടക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്, മോളോട് ഈ സത്യങ്ങളൊക്കെ പറയണോ അതോ പറയാതിരിക്കണോ എന്നൊക്കെ ഷാരി ഇങ്ങനെ അവിടെ നിന്ന് ചിന്തിക്കുക. രൂപയും സേനനും കിരണൊക്കെ ചേർന്ന് എന്നെ കുരങ്ങ് കളിപ്പിക്കുകയാണെന്നും ഇന്ന് എൻ്റെ മോൾ അറിയണം എന്നും പറഞ്ഞുകൊണ്ടാണ് ഷാരി ഇങ്ങനെ അവിടെ നിൽക്കുന്നത്. അത് കഴിഞ്ഞ് താഴെ ഇരിക്കുന്ന സമനില തെറ്റിയ ആളും ഇതെല്ലാം അറിയണം എന്നൊക്കെ നമ്മുടെ ഷാരി ചിന്തിക്കുക. എന്നിട്ട് നേരെ മോൾക്കരികിലേക്ക് ചെന്നു. മോളെ എന്നും പറഞ്ഞ് വിളിച്ചപ്പോഴത്തേക്കും ഷാരിയുടെ ഫോണിലേക്ക് കോള് വരുന്നു. അതും കിരണാണ് വിളിച്ചത്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു ഫോൺ എടുത്ത്. മോളോടോ അവളുടെ അച്ഛനോടോ നിങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് ഒരു വക്കീൽ നോട്ടീസ് വരും എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ കിരൺ അന്നേരം പറയാം. ഷാരി അന്നേരത്തേക്കും ഇങ്ങനെ ഞെട്ടി നിൽക്കുക കേട്ടോ. കേസ് കൊടുക്കാൻ പോകുന്നത് ഞങ്ങളൊന്നും അല്ല, താരാൻ്റിയാണ് കൊടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ ഷാരി ഞെട്ടി. എന്നെ നീ എന്താ പേടിപ്പിക്കണോ നീയൊക്കെ എന്ന് ചോദിച്ചപ്പം ഞാൻ പേടിപ്പിച്ചതൊന്നുമല്ല, അങ്ങനെ കേസ് കോടതിയുടെ മുന്നിൽ വന്നാൽ പിന്നെ DNA ടെസ്റ്റ് നടത്താൻ പോകുന്നത് കോടതിയായിരിക്കും എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ കിരൺ പറയുന്നു. ഇതിലൊക്കെ ഷാരി പേടിക്കുക. സരയു അടുത്ത് നിന്ന് കാണുക കേട്ടോ. അവിടെ താരാൻ്റിയുടെ മോളാണ് സരയു എന്ന് തെളിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മോള് മാത്രമല്ല ലോകം മുഴുവനും അറിയും സത്യങ്ങൾ. എന്താ നിങ്ങൾക്ക് അറിയണമെന്ന് ചോദിച്ചു. അങ്ങനെ സത്യം പറയാൻ വന്ന ഷാരിയെ മുൾമുനയിൽ നിർത്തി കാര്യങ്ങൾ നേടിയെടുക്കുകയാണ് നമ്മുടെ കിരൺ. അതുകൊണ്ട് നിങ്ങൾ വീണ്ടും വിചാരമില്ലാതെ ഓരോന്ന് ചെയ്തിട്ട് മകളുടെ മുന്നിൽ പോലും തല താഴ്ത്തി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കേണ്ട. അതല്ല, ഇനി ഞാനും ഫോറൻസിക് ലാബിലെ ഉദ്യോഗസ്ഥനും ചേർന്ന് നിങ്ങളെ പറ്റിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നതാണെങ്കിൽ നിങ്ങൾ പറയേണ്ടതെല്ലാം നിങ്ങളുടെ മോളോടും ഭർത്താവിനോടും തുറന്നു പറഞ്ഞു. പിന്നീട് വരുന്നത് നമുക്ക് അവിടെ വെച്ച് കാണാമെന്നും പറഞ്ഞ് കിരൺ അങ്ങ് ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ എന്താ അമ്മേ, ആരാ അമ്മയെ വിളിച്ചത്, അമ്മയോട് എന്താ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുവാണ് സരയു. അത് പിന്നെ മോളെ, ഞാൻ അവൻ്റെ അമ്മയുടെ വീട്ടിൽ പോയി താമസിക്കുന്നതൊന്നും അവന് ഇഷ്ടമല്ലല്ലോ.
അതിന് ഭീഷണി മുഴക്കുകയാണെന്ന് പറഞ്ഞു. ഓഹോ, അപ്പൊ കിരണാണോ വിളിച്ചത്? അത് കൊള്ളാമല്ലോ, അമ്മ ഇങ്ങ് വാ, അവൻ്റെ വീട്ടിൽ ചെന്ന് അവൻ്റെ മുഖത്ത് നോക്കി 2 വർത്തമാനം പറയണമെന്നൊക്കെ പറയുമ്പം വേണ്ട മോളെ, വഴക്കിനൊന്നും നിൽക്കണ്ട എന്ന് പറഞ്ഞു ശാരി. അതെന്താ അമ്മ അങ്ങനെ? അവൻ വായി വരുന്നതൊക്കെ വിളിച്ചു പറയുമ്പോൾ അമ്മ എന്നെക്കാളും മുന്നേ അങ്ങോട്ട് പോവേണ്ടതാണല്ലോ. പിന്നെന്താ, ഫോണിൽ കൂടെ ഇപ്പോൾ വായി വരുന്നതൊക്കെ അമ്മ പറയേണ്ടതായിരുന്നല്ലോ. ഇവിടെ അമ്മയെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ, അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചു. അത് പിന്നെ മോളെ, അമ്മ അവിടെ റെക്കോർഡർ വെച്ചിട്ട് പോലും ഒന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ലല്ലോ അമ്മേ. പിന്നെ എന്താന്ന് ചോദിച്ചപ്പം പറ്റിയില്ല മോളെ, അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയാനും കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് ശാരി ഇങ്ങനെ മകളെ കൺവിൻസ് ചെയ്യിച്ച് നിർത്തിയിരിക്കുന്നു. ശാരി ആണെങ്കിൽ പേടിച്ച് വിറച്ചാ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവങ്ങൾ അവിടെ കഴിഞ്ഞപ്പോൾ കല്യാണിയും കിരണും ഇതിനെപ്പറ്റി സംസാരിക്കും. അപ്പോൾ കിരൺ പറഞ്ഞു, പുള്ളിക്കാരി അവിടെ ചെന്നൊന്നും പറഞ്ഞിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ഞാൻ അവരെ ഒന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഒരിക്കലും സരയു താരാൻ്റിയെ അമ്മയായിട്ട് അംഗീകരിക്കില്ല, അത് 100% ഉറപ്പുള്ള കാര്യമാണ് കല്യാണി. എങ്കിലും ഇത് കേസാവുകയാണെങ്കിൽ താരാൻ്റിക്ക് പിന്നെ അധികാരത്തോടെ അവരുടെ വീട്ടിലേക്ക് കയറി ചെല്ലാവല്ലോ അവളെ കാണാനായിട്ട്. അതിലേക്കൊക്കെ കാര്യങ്ങൾ വലിച്ചഴയ്ക്കുന്നത് വലിയ കുഴപ്പം പിടിച്ച കാര്യങ്ങളാണ് എൻ്റെ കല്യാണി. അവിടെ ബഗാസുരൻ മാത്രമല്ല, അയാളുടെ മോൾക്കും എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ളൊരു ചിന്ത ഉണ്ടാകുമെന്നുള്ള കാര്യം കിരൺ അന്നേരം പറഞ്ഞു. അങ്ങനെ വരുമ്പോഴാണ് അവരൊക്കെ മറ്റുള്ളവരുടെ തകർച്ച ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടി ഓരോന്ന് ചെയ്തു കൂട്ടുന്നതും. നമുക്കിപ്പോൾ പണമുണ്ട്, സ്വാധീനമുണ്ട്, പിന്നെ മറ്റുള്ളവരെ മുക്കാൻ നോക്കിയാൽ അത് ശരിയാകുമോ? ഇത്രയും കാലം ആ ഒരു പാതയിലൂടെ നടന്നവർക്കെല്ലാം ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞില്ലേ കല്യാണി? സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ സരയുവിൻ്റെ സ്വഭാവം വെച്ച് ചിലപ്പോൾ അവൾ ആത്മഹത്യ ചെയ്യാൻ വരെ സാധ്യതയുണ്ടെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയാം നമ്മുടെ കിരൺ കല്യാണിയോട്. അങ്ങനെ അവൾ മരിക്കാൻ തീരുമാനിച്ചാൽ അതിനു മുൻപ് അതിന് കാരണക്കാരായവരെയൊക്കെ അവൾ ഇല്ലാതാക്കാൻ നോക്കുമെന്നുള്ള കാര്യവും പറഞ്ഞു. പിന്നെ എൻ്റെ അങ്കിളെന്ന് പറയുന്നവൻ്റെ കാര്യം അത് പിന്നെ പറയുകയേ വേണ്ടല്ലോ. പിന്നെ സംഭവിക്കുന്നത് എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല. ആഗ്രഹിച്ചതൊന്നും കിട്ടാതെ വരുമ്പോൾ അത് നേടിയെടുത്തവർക്കെല്ലാം നഷ്ടപ്പെടണമെന്ന് അത്രക്കാരൊക്കെ ചിന്തിക്കും. അങ്ങനെ അവർ പ്രവർത്തിക്കും. അതുകൊണ്ട് ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ ഇതൊക്കെ പരിഹരിച്ചെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ടാണ് നമ്മൾ ഇനി ശ്രമിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ കല്യാണിയും കിരണും കൂടെ അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ശാരി റൂമിൽ വന്നിങ്ങനെ ഭയങ്കര കരച്ചിൽ, വാവിട്ട് കരയുക. കാരണം കൂട്ടുകാരി പറഞ്ഞത്, നീ ഏത് ലാബിൽ കൊണ്ടേ പരിശോധിച്ചാലും ഈ ഒരു ഇതേ നിനക്ക് കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞ കാര്യങ്ങൾ. അങ്ങനെ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിച്ച് നമ്മുടെ ശാരി അവിടെ ഇരിക്കുന്നു. ഈ സമയത്ത് പിന്നീട് കാണിക്കുന്നത് കിരണും കല്യാണിയും കൂടെ വഴിയരികിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ സരയു അങ്ങോട്ടേക്ക് വരുന്നു. സരയു അങ്ങോട്ടേക്ക് വന്ന സമയത്ത് കിരണും കല്യാണിയും കൂടെ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ നീക്ക് എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞതെന്ന് സരയു ചോദിക്കുക കേട്ടോ. രണ്ടുപേരും ഒരു കൂസലില്ലാതെ നിൽക്കുക. അപ്പോൾ ഈ നിൻ്റെ ചുറ്റിനും നടക്കുന്ന സത്യങ്ങൾ എല്ലാവരും അറിഞ്ഞു, നീ മാത്രം അറിയാത്തതെന്നൊക്കെ പറഞ്ഞു. നിൻ്റെ അച്ഛനും അറിയാം, അമ്മയ്ക്കും അറിയാമെന്നൊക്കെ. അപ്പോൾ സരി ഇങ്ങനെ നിൽക്കുക കേട്ടോ. കിരണേട്ടൻ്റെ അമ്മ ഞങ്ങൾ എല്ലാവരുമായിട്ട് ഒന്നിച്ചെന്ന് നിന്നോട് നിൻ്റെ അമ്മ പറഞ്ഞല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അതെനിക്ക് അറിയാവുന്ന കാര്യമാണെന്ന് നമ്മുടെ സരയും. അറിയാവുന്ന കാര്യമാണെങ്കിലും ഞങ്ങൾ ഒന്നിച്ചത് ഒരു നാടകമല്ല, ശരിക്കും എല്ലാ അർത്ഥത്തിലും ഞങ്ങൾ ഒന്നിച്ചു എന്ന് നിൻ്റെ അമ്മ നിന്നെ ധരിപ്പിച്ചു അല്ലേന്ന് ചോദിച്ചു. പ്രത്യേകിച്ച് എൻ്റെ അച്ഛനും അമ്മയും തമ്മിലുള്ള സ്നേഹം ആത്മാർത്ഥമായിട്ടാണെന്നുള്ള കാര്യം പറഞ്ഞു. പറഞ്ഞു. എന്താടാ, അത് സത്യമല്ലെന്ന് സരയു കിരണിനോട് ചോദിക്കുക. അത് സത്യമാണെന്നുണ്ടെങ്കിൽ ഇനി ഞങ്ങൾ പറയുന്നതും സത്യമാണ് എന്ന് കല്യാണി പറയാം. നീ എന്താടി പറയാൻ പോകുന്നത്? എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അമ്മയെയും എൻ്റെ അച്ഛനെയും എന്നെയും തമ്മിൽ തല്ലിക്കാൻ നീയൊക്കെ എന്ത് കഥയാടി ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ചോദിച്ചപ്പം കഥയെല്ലാം ഉണ്ടാക്കാൻ പോകുന്നത് സത്യമാണ് പറയുന്നത്. എന്താ ഇനി എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ അല്ലെന്ന് പറയാനാണോ നീയൊക്കെ നോക്കുന്നതെന്ന് സരി ചോദിച്ചപ്പം ഞങ്ങളെന്തിനാ അത് പറയുന്നത്? സത്യമായ കാര്യമാണ്. താരാൻ്റിയാണ് നിന്നെ നൊന്ത് പ്രസവിച്ച നിൻ്റെ അമ്മ എന്ന്. അത് കേട്ടപ്പോൾ സരു ഞെട്ടിപ്പോയി. സരു അതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അനാവശ്യം പറയരുതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അനാവശ്യം പറയുന്നതും ചെയ്യുന്നതും ഒക്കെ നിൻ്റെ അച്ഛനാണെന്നുള്ള കാര്യം കല്യാണി പറഞ്ഞു. ബഗാസുരൻ എന്ന് വിളിക്കുന്ന അയാളാണ് നിൻ്റെ അച്ഛൻ, പക്ഷേ അമ്മ താരയാണെന്നുള്ള കാര്യം കല്യാണി ഇങ്ങനെ പറയുന്നു. തല്ലണമെങ്കിൽ തല്ലടി എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുമ്പം നീയൊക്കെ എത്ര പറഞ്ഞാലും എൻ്റെ അമ്മയെ ഞാൻ മാറ്റി പ്രതിഷ്ഠിക്കാൻ പോകുന്നില്ലെന്ന് സരയും. നീ ചെന്ന് നിൻ്റെ അമ്മയോട് ചോദിക്കുക, നിന്നെ പ്രസവിച്ചത് അവരാണോ എന്ന്. നിൻ്റെ അമ്മ ചിലപ്പോൾ പറയുമായിരിക്കും നിന്നെ പ്രസവിച്ചത് അവരാണ് എന്നുള്ളത്. എന്നാൽ അത് തെളിയിക്കാൻ ഞങ്ങൾക്ക് പല മാർഗങ്ങളും ഉണ്ടെന്ന് കിരൺ പറയണം. അതിലേക്കാണ് ഞങ്ങൾ പോകാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് സരയുവിനെ ഭീഷണിപ്പെടുത്തുന്നു. കോടതി വഴി ഞങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കോളാം. അവിടെ വെച്ച് ജഡ്ജി വിധി എഴുതും നിന്നെ നിൻ്റെ അമ്മയ്ക്ക് കൊടുക്കാനായിട്ട്. ഇപ്പം തന്നെ നീ നിൻ്റെ അമ്മയോട് പോയി കാര്യങ്ങൾ തിരക്ക്. താരാൻ്റിയാണ് നിൻ്റെ അമ്മയെന്ന് പറഞ്ഞാൽ അവിടെ നീ മരിക്കല്ലടി വേണ്ടത്. മറിച്ച് ഇത്രയും നാൾ മകളെ ഒന്ന് താലോലിക്കാനാകാതെ ഒന്ന് കാണാൻ പോലും കഴിയാതെ ആ പാവപ്പെട്ട ആൻറ്റിയെ അമ്മയെന്ന് വിളിക്കുകയാണ് വേണ്ടതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് കല്യാണി ഇങ്ങനെ പറയുന്നു.
നീയൊക്കെ പറയുന്നത് നുണയായി, എൻ്റെ അമ്മ ഒരിക്കലും മാറത്തില്ല, എൻ്റെ അമ്മ തന്നെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേ കല്ല് അങ്ങനെ ഇതായിട്ട് ഇങ്ങനെ നമ്മുടെ സരയു പോകുന്നു. ഈ സമയത്ത് നമ്മുടെ ശാരി അവിടെ ഇരിക്കും കേട്ടോ. ശാരി ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുമ്പോൾ ശാരിയുടെ അടുത്തേക്ക് സരയു ചെല്ലുവാണ്. ഞാൻ കേട്ടതൊക്കെ സത്യമാണോ എന്ന് സരയു ശാരിയോട് ചോദിക്കുന്നു. അപ്പോൾ എന്താ മോളെ എന്ന് ചോദിച്ചപ്പം കിരണും കല്യാണിയും എന്നെ കണ്ടിരുന്നു, എന്നിട്ട് ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞു, അതൊക്കെ സത്യമാണോ? അതൊക്കെ കേട്ടപ്പോൾ ശാരി ഇങ്ങനെ വല്ലാണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ പൊന്നുമോളെ അതൊന്നും എൻ്റെ മോള് വിശ്വസിക്കരുതെന്ന് പറഞ്ഞു. അമ്മ ഇനിയും എന്നോട് കള്ളം പറയണ്ട, എൻ്റെ അമ്മ ആ താരയെന്ന് പറയുന്ന സ്ത്രീയല്ലേ, ആ താരയുടെ മകളല്ലേ ഞാൻ താരയെന്ന് താഴ്ന്ന സ്ത്രീയുടെ മകളാണോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും നമ്മുടെ ശാരി ഇങ്ങനെ ആകെ വല്ലാണ്ട് നിൽക്കുക. എനിക്ക് അമ്മയുടെ നാവിൽ നിന്ന് തന്നെ അതിൻ്റെ ഉത്തരം കിട്ടണം. ദേ ഇത് സത്യമാണെന്ന് അറിഞ്ഞാൽ ഇനി ഞാൻ ജീവിച്ചിരിക്കില്ല. നാളെ തൊട്ട് അമ്മ എന്നോട് കള്ളം പറഞ്ഞാൽ നാളെ തൊട്ട് ഞാൻ ഇതിൻ്റെ സത്യം തേടിയുള്ള യാത്രയ്ക്ക് ഇറങ്ങുകയാണെന്നൊക്കെ പറഞ്ഞു. അതിനുള്ള അവസരം ഉണ്ടാക്കാതെ അമ്മ തന്നെ സത്യം പറയാൻ പറഞ്ഞു. പറയാമ്മയെന്ന് പറഞ്ഞിട്ട് ശാരിയെ കെട്ടിപ്പിടിക്കുക. അപ്പോഴത്തേക്കും ശാരി ഇങ്ങനെ കൈ കൂപ്പി പിടിച്ചുകൊണ്ട് നിൻ്റെ അച്ഛൻ എന്തോ ഒരു വലിയ ചതി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്നും എനിക്ക് കേൾക്കണ്ട, എനിക്ക് സത്യമാണ് അറിയേണ്ടത്, ഞാൻ അമ്മയുടെ മോളാണോ എന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതിയെന്ന് നമ്മുടെ സാരി പറഞ്ഞു. അപ്പോൾ പറയാം അമ്മയെന്നും പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിൽ സാരിയും. ഈ സമയത്ത് ശാരി ഇങ്ങനെ ഭയങ്കരമായിട്ട് കൈകൂപ്പി യാചനയോടുകൂടി എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അല്ല എന്നുള്ളൊരിതിൽ ഈ സമയത്ത് നമ്മുടെ സരയു ഈ ശാരിയെ പിടിച്ച് തള്ളി അങ്ങ് മറച്ചിടുന്നു. എന്നിട്ട് തല പോയി അടിക്കുന്നു അങ്ങനെയൊക്കെ. പക്ഷേ അതൊരു നിമിഷത്തേക്ക് നമ്മുടെ ശാരി സ്വപ്നം കണ്ടതായിരുന്നു. ഇതൊക്കെ തലയിലേക്ക് അങ്ങ് കയറിയിട്ട് എന്താ പറയുന്നത് ബ്ലഡ് ഇരച്ച് കയറി എന്ത് ചെയ്യണം എന്നറിയാതെ നമ്മുടെ ശാരി ഇങ്ങനെ നിൽക്കും. എന്നിട്ട് ശാരി നേരെ ഇറങ്ങി ചെല്ലുക. ബഗാസുരൻ അന്നേരം ഇങ്ങനെ ആലോചനയുമായിട്ട് അവിടെ തന്നെ നിൽക്കുന്നു. ശാരിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ശാരി ഒരുമാതിരി സമനില തെറ്റിയതുപോലെ ഇറങ്ങി വരുന്നു. അപ്പോൾ രാഹുലിനെ കണ്ടപ്പോൾ രാഹുൽ ശാരീനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. നീ ഇപ്പം എന്നെ ഏത് നേരം ഇങ്ങനെ തുറച്ചു നോക്കുന്നത് എന്താണെന്ന് ചോദിച്ചു. സ്ത്രീകളെ തുറച്ചു നോക്കിയാലാണ് കുഴപ്പം, ആണുങ്ങളെ നോക്കിയാലേ ഒരു കുഴപ്പമില്ല എന്ന് ശാരി. ഇന്നലെ എന്താ നീ മുറി മാറിക്കിടന്നതെന്ന് ചോദിച്ചപ്പം ചതിയനും വഞ്ചകനുമായ ഒരുത്തൻ്റെ കൂടെ ജീവിച്ചു മടുത്തു. അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ ജീവിതത്തിന് താളം തെറ്റലുണ്ട്. അതിന് കാരണം രണ്ട് വ്യക്തികളാണെന്ന് നമ്മുടെ രാഹുൽ പറയുന്നു. ഒന്ന് അയലത്ത് താമസിക്കുന്ന കല്യാണി, മറ്റൊന്ന് നമ്മുടെ മരുമകനായി വന്നവൻ എന്നും പറഞ്ഞങ്ങനെ പറയണം. അയലത്ത് താമസിക്കുന്നവളെ എന്തു വേണമെങ്കിലും പറഞ്ഞോ, അത് നിങ്ങൾ പറഞ്ഞ നേരെ തന്നെയാണ്, പക്ഷേ എൻ്റെ മരുമകനെ പറയരുതെന്ന് പറഞ്ഞു. അപ്പം നീ ഈ പൊക്കി പറയുന്ന നിൻ്റെ മരുമകൻ നമ്മുടെ വീട്ടു ചെലവെങ്കിലും നോക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. മോളുടെ കാര്യം വല്ലതും അവൻ നോക്കുന്നുണ്ടോ? ഇവിടെ വന്ന് നിൽക്കുമ്പോൾ വീട്ടു ചെലവ് ചോദിക്കുന്നത് നാണക്കേടാണെന്ന് പറഞ്ഞ് ശാരി. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഈ കാര്യം പറഞ്ഞ് വഴക്കും വക്കാണുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ശാരിയും രാഹുലും കൂടി സംസാരിക്കുന്ന സമയത്ത് ജീവിതത്തിൽ ഇതുപോലുള്ള ഭർത്താക്കന്മാരെ ആർക്കും കിട്ടരുതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശാരി പറഞ്ഞപ്പം ഒരു സമയത്ത് നിന്റെ ഭാഗ്യമായിരുന്നല്ലോ ഞാൻ, അത് ഭാഗ്യമല്ല ഭാരമാ, വലിയ ഭാരം, എടുത്ത പൊങ്ങാത്ത ഭാരം എന്ന് പറഞ്ഞ് ശാരി രാഹുലിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ് അതുണ്ടല്ലോ 100-300 കിലോ ഇപ്പോൾ ചത്തൂടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവിടെ നിന്ന് ശാരി അങ്ങ് പോകുന്നു. രാഹുൽ ഇങ്ങനെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാതെ ഇങ്ങനെ അമ്പരപ്പോട് കൂടി നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.